പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി കെ.എ. തുളസിയാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം ഉള്ളത്. മിനിസ്റ്ററെ, ഗുഡ് മോർണിംഗ്, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് മിനിസ്റ്ററെ, ഡയറക്റ്റ് ചോദിച്ചങ്ങ് തുടങ്ങുകയാണ് ഞാൻ. കാരണം പ്രധാനപ്പെട്ട വിഷയം ഈ ഇടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മിനിസ്റ്റർ, ഇപ്പോൾ കാലങ്ങളായി തന്നെ അവിടെ ഒരു റോഡ് വേണമെന്നൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം വേണമോ, അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് അർത്ഥമുണ്ടോ എന്ന് ചോദിക്കുന്നതിലൊന്നും കാര്യമില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുകയാണ്, വയ്യാതിരിക്കുന്ന ഒരാളിനെ തുണിയിൽ കെട്ടി അവർ ചുമന്നുകൊണ്ട് പണ്ടത്തെ രീതിയിൽ കിലോമീറ്ററുകളോളം നടന്ന് റോഡിലേക്ക് എത്തേണ്ട അവസ്ഥ. ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ മിനിസ്റ്ററെ? ഇത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പെട്ടിമുടി മുതൽ ഇഡലിപ്പാറ വരെയും അതുപോലെ ഇഡലിപ്പാറ മുതൽ സൊസൈറ്റി കൂടി വരെയും ഉള്ള 7.2 കിലോമീറ്റർ റോഡിനും അതുപോലെ 3 കിലോമീറ്റർ റോഡിനും വകുപ്പ് 12.43 കോടി രൂപയും 4.7 കോടി രൂപയും PWDക്ക് നേരത്തെ കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ പൂർത്തിയാക്കിയ റോഡ് 5.8 കിലോമീറ്റർ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച സംഭവം കൂടലൂർക്കുടി ഭാഗത്താണ്. അത് വളരെ ചെങ്കുത്തായ മേഖലയാണ്. അവിടെ റോഡിന് നിലവിൽ പ്രപ്പോസൽ ഇല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ ആ പ്രദേശം സന്ദർശിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി ആ വിഷയത്തിൽ ഇടപെടും. മിനിസ്റ്റർ, ഇപ്പം ശരിക്കും ഇപ്പം അങ്ങ് പറഞ്ഞു പോയി, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഇടമലക്കുടിയിലേക്ക് റോഡ് നിർമ്മാണത്തിന് നിലവിൽ പ്രധാനപ്പെട്ട തടസ്സം അത് വനം വകുപ്പിൻ്റെ അനുമതിയോ ഫണ്ടോ ഭരണപരമായ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിൽ, അതോ അതിൻ്റെ ഭൂപ്രകൃതി മാത്രമാണോ? ഭൂപ്രകൃതി മാത്രമല്ല, വനം വകുപ്പിൽ നിന്നുള്ള ചില പ്രശ്നങ്ങളുമുണ്ട്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് മൂന്നാർ ഡിവിഷൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 ദിവസം മുൻപ് അത് മാങ്കുളം റേഞ്ചിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ മേഖലയിൽ നിന്ന് കൂടിയിട്ടുള്ള ഒരു NOC ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് വനം മന്ത്രിയും ഞാനും ഉൾപ്പെടെ ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം ഒരു മീറ്റിംഗ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഈ വിഷയം സംസാരിക്കും. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ ഈ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണല്ലോ അവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരും മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ ഇത്രയും ദൂരം അതും ഇങ്ങനെ കെട്ടിച്ചുമന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് കാണുന്നതേ ഒരു സങ്കടകരമാണ്. അപ്പോൾ ഈ റോഡ് വരുന്നത് വരെയെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കാനൊക്കെ ഒരു സ്ഥിരം സംവിധാനം അത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു പരിഷ്കൃത സമൂഹം എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അതിന് ഏറ്റവും അത്യാവശ്യമായി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിച്ച് വരികയാണ്. ഓക്കെ ശരി മിനിസ്റ്ററെ. മിനിസ്റ്റർ, ഇപ്പം അങ്ങേ കാണുമ്പോഴത്തേനും ഒരു ഓണം കോസ്റ്റ്യൂമിലൊക്കെയാണ്, കേരള സാരിയൊക്കെ എടുത്തിട്ട് വളരെ സുന്ദരിയായിട്ട് മന്ത്രിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നത്, ഓണക്കാലം കൂടിയാണല്ലോ. അപ്പം ഇപ്പോൾ ആദിവാസികൾക്കൊക്കെ ആയിട്ട് ഒരു പ്രത്യേക കിറ്റുകളോ സഹായങ്ങളോ ഒക്കെ ഇത്തവണ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടോ? ഓണക്കിറ്റുണ്ട്. അതോടൊപ്പം തന്നെ ഓണക്കോടി ഇപ്രാവശ്യം മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ ശരി. മിനിസ്റ്റർ, ഇപ്പം എല്ലാ സർക്കാരുകളും ആദിവാസികളുടെ വികസനത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കും. പക്ഷേ ഇപ്പോഴും ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്നതും അതല്ലെങ്കിൽ ഈ സിക്കിൾ സെൽ അനീമിയ പോലുള്ള രോഗങ്ങളെയൊക്കെ നേരിടുന്നതുമൊക്കെ ഈ വിഭാഗക്കാരാണ്. ശരിക്കും ഈ ഫണ്ട് ഇവരുടെ കൈകളിലേക്കൊക്കെ എത്തുന്നുണ്ടോ മിനിസ്റ്റർ? കാരണം ഇവരുടെ ഉന്നമനത്തിനും വികസനത്തിനും ഒക്കെ വേണ്ടി നിരവധി ഫണ്ടുകൾ സർക്കാർ തന്നെ അനുവദിക്കാറുണ്ട്. അപ്പം ഇത് ഇവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ പരിശോധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും കാലാകാലങ്ങളായിട്ട് ചില പോരായ്മകൾ പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രായോഗിക തലത്തിൽ. അപ്പോൾ അത് അടിയന്തരമായിട്ട് പരിശോധിച്ച് വരികയാണ്. നമ്മുടെ താഴെത്തട്ടിൽ SC/ST പ്രൊമോട്ടർമാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വകുപ്പ് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കൈകളിലേക്ക് തന്നെ എത്തുന്നു, ലാപ്സായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത വകുപ്പിന് തന്നെയാണ്, സർക്കാരിനാണ്. അത് തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഒരു വീഴ്ചയുമില്ലാതെ പൂർത്തീകരിക്കാനായിട്ട് പരിശ്രമിക്കും. ഓക്കെ മിനിസ്റ്റർ, ഇപ്പം ഉന്നതികൾ മാറി ഊരുകൾ വന്നിട്ടുണ്ട്. ശരിക്കും
അത് വേണ്ട ഒരു തീരുമാനമായിരുന്നോ എന്നുള്ളതാണ്. കാരണം ഒരു നല്ല മാറ്റമായിരുന്നില്ലേ അത്? ഇപ്പം കോളനികൾ ഉന്നതികളായ തീരുമാനം, അതിനെ കേരളം സ്വാഗതം ചെയ്തതാണ്. അന്നത്തെ ആ മാറ്റത്തെ ഇപ്പോഴത്തെ മന്ത്രി എങ്ങനെയാണ് കാണുന്നത്? കാരണം ഉന്നതികൾ എന്നുള്ള പേരിനോട് നമുക്കാർക്കും എതിർപ്പില്ല. പക്ഷേ ആ ഉന്നതികളായിട്ട് പേര് മാറ്റുന്നതോടൊപ്പം അവിടെയുള്ള ആളുകളുടെ, സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പല സ്ഥലത്തും നമ്മൾ നേരിട്ട് ചെന്ന് ഇടപെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സഞ്ചരിക്കാൻ യോഗ്യമല്ലാത്ത റോഡും വാസയോഗ്യമല്ലാത്ത വീടും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്ത ഉന്നതികൾ, ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പേര് മാറ്റിയതിനോടല്ല നമുക്ക് എതിർപ്പ്. അതേസമയം പേര് മാറ്റുന്നതോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൂടി ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഊരിൻ്റെ പേര് ഊരായിട്ട് തന്നെ നിലനിർത്തുക എന്നുള്ളത് ഊരിൽ താമസിക്കുന്ന ഊരുവാസികളുടെ ആവശ്യമാണ്. ഊരുമൂപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ രേഖാമൂലം പരാതിയും അപേക്ഷയും തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊര് എന്നുള്ള പേര് തിരിച്ചു കൊണ്ടുവന്നത്. അത് സർക്കാർ വളരെ സജീവമായിട്ട് അവരുടെ ആ ഒരു ആവശ്യം പരിഗണിച്ചു. അതുകൊണ്ടാണ് അതിനുവേണ്ടി ഉത്തരവിറക്കിയത്. ഓക്കെ മിനിസ്റ്റർ, വ്യക്തമാണ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഇപ്പം ഫ്രീ ആക്കാം. ഇപ്പം ഓരോ സർക്കാരിൻ്റെ കാലത്തും ഓരോ മന്ത്രിമാർക്കും ഓരോ വിഷൻസാണ്. ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ സ്കോളർഷിപ്പുകൾ നൽകിയിരുന്നു. ഇപ്പോഴും പുതിയ പദ്ധതികൾ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉണ്ടോ? ആ ഉന്നതി സ്കോളർഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതത് വർഷങ്ങളിൽ കുട്ടികളുടെ അപേക്ഷ പരിഗണിച്ച് ഏറ്റവും ജെന്യുവിനായിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ച് ആ കുട്ടികളെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പദ്ധതി ഇപ്പോഴും നിലനിൽക്കുന്നു. ഓക്കെ മിനിസ്റ്ററെ, ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ട് വകുപ്പിൻ്റെ രീതിയിൽ എന്തൊക്കെ പരിപാടികളാണ് ഇപ്പം നിലവിൽ ആലോചനയിലുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദിവാസി ഊരുകളിൽ മുതിർന്ന പൗരന്മാർക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തു വന്നിരുന്ന ഓണക്കോടി എന്നുള്ള പദ്ധതി നമ്മൾ ഈ വർഷം പുനരാരംഭിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഓണക്കോടിക്ക് പകരം 1000 രൂപയാണ് നൽകിയിരുന്നത്. അപ്പോൾ ഓണത്തിന് കൊടുക്കേണ്ടത് ഓണക്കോടിയാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഓണക്കോടി തന്നെ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ മിനിസ്റ്റർ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ മിനിസ്റ്റർ, ശരി.